സോനു സോനു എണീക്കാണേ. സോനു ഒന്ന് വെള്ളം കൊണ്ടുവരൂ. വെള്ളം വെള്ളം. സോനു 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 ഞാൻ തുപ്പും തുപ്പും. എണീക്കടാ. അതെ, ഞാൻ പെട്ടെന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി പോയപ്പോഴേ ഇപ്പൊ ബോധം കെട്ട് വീണു. BP ലോ ആയി. അത് എണീക്കുമ്പോ ചോദിക്കാം. എന്റെ പൊന്നു കൊണ്ടേ അടങ്ങ്. ഇവനെ എണീറ്റിട്ട് ഞാൻ എല്ലാം കൂടെ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. സോനു സോനു എണീക്കടാ. സോനു സോനു ഓക്കെ. നീയ നീയ അതെ, അവനെ കാറ്റ് കിട്ടണം. ഒന്ന് പുറത്തു പോവോ? അത് പോരാ അത് പോരാ, ഒന്ന് പോവോ? അയ്യോ പോവോ കാറ്റില്ല കാറ്റില്ല. പോട്ടെ 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 പോട്ടെ. നിന്നോടാ ഞാൻ പറഞ്ഞത്. ബ്രോ ഒരു ജിജ്ഞാസയില് ചോദിച്ചാ, എടാ അവർക്ക് നിന്റെ അടുത്ത് ഒരു ക്രഷാണ് അതിലൊരാൾക്ക്. അത് പ്രണയമായി വളരണം, എങ്കിലേ അവര് നിന്റെ അടുത്ത് ഒന്ന് മൊഴിയൂ. എന്നാലോ ഇതൊക്കെ തനിക്കെങ്ങനെ അറിയാം? എടാ നിന്നെക്കാളും ലോകവിവരവും ഈ വിഷയത്തിൽ കൂടുതൽ ഞാനോ എനിക്കുണ്ടെന്ന് നീ വച്ചോ. തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? തന്നെ പറ്റിക്കാൻ പറയുകയാണെങ്കിലോ? ഓ, ഞാൻ നിന്നെ പറ്റിക്കാൻ പറയുന്നതാണ് അല്ലേ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ നീ ബോധം കെട്ടപ്പോ 4 കൂടെ അലച്ചേണ്ടി വന്നല്ലോ. സോറി, 3 കൂടെ. ഇപ്പൊ ഞാൻ ബോധം കെടാം. ആര് വരും നോക്കാം. നീ പോയി വിളി. ഇത് മാറ്റി, ഇതങ്ങോട്ട് ഇതെങ്ങോട്ട്. അയ്യോ അയ്യോ, ബോധം പോയേ ബോധം പോയേ, ഓടി വന്നേ. ബോധം പോയേ ബോധം പോയേ. ഇവിടെ നിന്ന് പോകാൻ അങ്ങോട്ട് പോയി വിളിയടാ. മേഡം, ആ ചീറ്റ അവിടെ ബോധം കെട്ടി കിടക്കുന്നത് വേണോ? ഒന്ന് വേഗം പോ, അവിടെ ബോധം കെട്ടി കിടക്കുന്നത്. മേഡം ഒന്നിറങ്ങി പോടോ. ആരെങ്കിലും ബോധം കെട്ടെങ്കിൽ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടാക്കണം. എന്നെ അടുത്തോട്ട് പോ. ഓടി പോയി. ആ ചീറ്റന്റെ ബോധം പോയി. ഇത് പകരോ? നിനക്ക് ബോധം വന്നപ്പോ അവന്റെ ബോധം പോയാ? സംസാരിച്ച് നിൽക്കാൻ സമയം ഒന്ന് വേഗം പാൽ രണ്ടാടും. അതെ, നിനക്ക് ബോധം പോയപ്പോ അവൻ തിരിച്ചു വരുത്തിയില്ലേ? അപ്പൊ അവന്റെ ബോധം പോകുമ്പോ നീയല്ലേ തിരിച്ചു വരുത്തേണ്ടത്? പോ, അല്ലെങ്കിലേ 108 വിടി. എന്ത് ദുഷ്ട മനസ്സാണ് നിനക്ക്. കണ്ട, ഒരൊറ്റ ഒരെണ്ണം വന്നാടാ. ഇപ്പൊ നിനക്ക് വിശ്വാസമായ? അവർക്ക് രണ്ടുപേർക്ക് എന്നോട് കഷ്ടാണെന്നാണ്. നീ പെരിയ കാസിനോവല്ലേ? എല്ലാവർക്കും നിന്റെ അടുത്ത് കൂട്ട ക്രസ്റ്റ് വന്നായി. ഒരെണ്ണം എന്നാലും പറ, അതിലാരാണ്? അത് നിന്റെ കഴിവുണ്ടെങ്കിൽ നീ കണ്ടുപിടിക്കും. ബ്രോ ഇത്രയും പറഞ്ഞിട്ട് ആരാന്നോടാ? സൗകര്യമില്ല, നീ അത് കണ്ടുപിടിക്കും. ലക്കി മാൻ, ലക്കി. സൂര്യ ആൻഡ് മാളു, ഇതിൽ ആരായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? രണ്ടുപേരെയും ടെസ്റ്റ് ചെയ്യണം. ഇതിൽ ആർക്കാണ് എന്നോട് കൂടുതൽ പൊസസീവ്നെസ് എന്ന് കണ്ടുപിടിച്ചാൽ ആളെന്റെ ക്രഷ്. ആലിസേ, അല്ല മാഡം, കാര്യം ടീം തിരിച്ചൊക്കെ നല്ലതാണ്. പക്ഷെ എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. എനിക്ക് കേക്കണ്ട. ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നിട്ട് നല്ലതാണെങ്കിൽ എടുത്താൽ മതി. നല്ലതാണെങ്കിലും എടുക്കുന്നില്ല. അപ്പോഴോ? കാര്യം നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. പക്ഷെ എനിക്ക് ശമ്പളം തരുന്ന കമ്പനിയോട് എനിക്കൊരു കൂറുണ്ട്, കടമയുണ്ട്. ഞാൻ അതുകൊണ്ട് പറയുന്നതാണ്, ടീം മാറ്റണം. എന്നിട്ട് സെയിൽസിൽ ഞാൻ മാത്രം മതി. അവര് 3 പേരും പ്രൊഡക്ഷൻ നോക്കട്ടെ. ഓഹോ, അപ്പൊ കള്ളപ്പണി എടുത്താൽ ആരും പറഞ്ഞു തരാനില്ലല്ലേ? നല്ല ബുദ്ധി. എന്റെ പൊന്ന് മാഡം, ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും സെയിൽസ് കൊണ്ടുവരാൻ പറ്റും. ആ 3 പാഴും ഒന്നിച്ച് നിന്നാലും പ്രൊഡക്ഷൻ നേരെയാവാൻ പോണില്ല. എന്നെ ഒന്ന് വിശ്വസിക്കും. എനിക്ക് തന്നെ വിശ്വാസമില്ല. ഇനി ഞാൻ അവരെ വിശ്വസിച്ചാലും തന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. കിട്ടുമ്പോ പഠിക്കും. എന്നാൽ നീയൊക്കെ എന്ത് മനുഷ്യന്മാരടി? ഒരുത്തനവിടെ ബോധം കെട്ട് വീണ്ടും നിങ്ങൾക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? അവനെ തിരിഞ്ഞു നോക്കിട്ട് വേണം അകത്തിരിക്കുന്ന പൂതനെ ഞങ്ങളെ എടുത്തിട്ട് കൊടുക്കാൻ. എന്നിട്ട് എന്തായി? ബോധം വന്നോ? വന്ന്. അത് പിന്നെ മുഖത്ത് വെള്ളം തളിച്ച ബോധം പോയ ആരുടെയും ബോധം വരും. ഇതിലാർക്കാണ് കൂടുതൽ പൊസസീവ്നെസ് എന്ന് നോക്കാൻ പറ്റിയ സമയം നോക്കിക്കളയാം. അതങ്ങനെ വെള്ളം തളിച്ചിട്ടുണ്ടാക്കിയ ബോധമൊന്നുമല്ല. പിന്നെ ഞാൻ അവന് കൃത്രിമ ശ്വാസം കൊടുത്തു.
അയ്യേ എനിക്ക് ആ സീന ആലോചിക്കാനേ വയ്യ. നീ എന്നെ തോന്നിപ്പിക്കല്ലേ, എനിക്കത് ആലോചിക്കുമ്പോൾ എടീ നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? എന്ത്? എന്നും ഇല്ലാത്ത രീതിയിലല്ലേ ആ സോനു നമ്മളോട് ഇന്ന് രാവിലെ പെരുമാറിയത്? അതെ പിന്നെ മീറ്റിങ്ങിലും സോനു ഭയങ്കര സൈലന്റ് ആയിരുന്നു. അതെ ജിജോയും സൈലന്റ് ആയിരുന്നു. അതെ അത് കഴിഞ്ഞിറങ്ങിയപ്പോ സോനു ബോധം കെട്ടി വീണു. നമ്മൾ ഓടി ചെന്നപ്പോ ജിജു നമ്മളെ പുറത്താക്കി ഇല്ലേ? അതെ 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 അതിനിപ്പോ എന്താണ്? അവരുടെ ഇടയിൽ കാര്യമായിട്ട് എന്തോ നടന്നിട്ടില്ലേ? എന്ത് സംഭവം? അത് എനിക്കറിയാൻ പാടില്ല, പക്ഷെ എന്തോ കാര്യമായിട്ട് ചീനി നാറുന്നുണ്ട്. അതിന് ജിജോയും സോനും ഒരുമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരവസരം കിട്ടി ഒന്നിച്ചൂടാന്നില്ലല്ലോ. അതിന് അവസരം കിട്ടിയില്ലല്ലോ. ഇന്നലെ നടന്ന നാടകം ജിജോയുടെ മുമ്പിൽ അവൻ കുറ്റസമ്മതം നടത്തിയെങ്കിലും ഒരിക്കലും ഇല്ല. അതെന്തായാലും മാമിനെ അവൻ സപ്പോർട്ട് ചെയ്തോളൂ. കാരണം അവന് സാലറി കൊടുക്കുന്ന ആലിസ് മാഡം അല്ലേ? അല്ലല്ലോ, എനിക്കും നിനക്കും അവനും ആലീസ് മാഡത്തിന് ഉൾപ്പെടെ സാലറി കൊടുക്കുന്നത് ആരാ? ആലീസ് മാഡത്തിന്റെ പപ്പ. ഈ ആലീസ് മാഡത്തിന്റെ പപ്പനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ജിജു. അതാ ഞാൻ പറഞ്ഞത്, സോനു നമ്മളെ ചതിച്ചു അല്ലെങ്കിൽ ചതിക്കാൻ പോകുന്നു. എങ്കിൽ ഇന്ന് അവന്റെ അവസാനം. ഇനി അവന്റെ നീക്കങ്ങളൊക്കെ നമ്മൾ നന്നായിട്ട് നിരീക്ഷിക്കണം. മാടു, നമ്മൾ രണ്ടുപേരുമാണ് ടീം. എപ്പോഴാ വർക്ക് തുടങ്ങേണ്ടത്? അത് നീ തീരുമാനിച്ചോ, ഞാൻ എല്ലാത്തിനും കൂടെ ഉണ്ട്. ഇവൾ തന്നെ കൺഫേം. ശോ, ആ ജിജോ വേണ്ടായിരുന്നടാ, നീ മതിയായിരുന്നു എന്റെ ടീമില്. ഇനി ഇവളെങ്ങാനും ആണോ? ഞാനേ ആലീസ് മാഡത്തിനോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കുക. എന്ത്? അല്ല, എന്റെ ടീമിലേക്ക് നിന്നെ വിളിക്കാൻ വേണ്ടി. അയ്യടാ, ഞാൻ സമ്മതിക്കൂല. ചേടാ, ഇത് രണ്ടുപേർക്കും എന്നോട് ഒരു കൺഫേം. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ ആ ജിജോന്റെ ടീമിലേക്ക് പോയാലോ എന്ന് ആലോചിക്കായിരുന്നു. അതെ, എനിക്ക് വേറെ പണിയുണ്ട്. എടി പോവില്ല, ഞാനും വരുന്നു. ഈശ്വര, ഈ രണ്ടെണ്ണത്തിനോട് പ്രായമാരനോട് ഞാനൊന്ന് അവന്റെ ടീമിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ ഒടുക്കത്തെ പൊസസീവ് അടിച്ചു കണ്ടില്ലേ? സോനോ, കാസിനോവ. എടി നീ ഇങ്ങനെ റിയാക്ട് ചെയ്ത് പോയി എങ്ങനെ ശരിയാവുന്നേ? പിന്നെ നീ കേട്ടില്ല അവൻ അവിടെ ഇരുന്ന് എന്തൊക്കെയാ പറഞ്ഞെന്ന്? ഇനി ഞങ്ങൾ അവിടെ ഇരുന്ന് അവന്റെ മൊത്തം ചാവ എടുത്തു ഒഴിച്ചാണ്. എടി എനിക്കും ദേഷ്യമില്ലാഞ്ഞിട്ടാണോ? ഇന്നലെ ഞാൻ അവിടെ കടിച്ചു പിടിച്ചിരുന്നില്ലേ? നിനക്ക് പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റില്ല. എത്ര പെട്ടെന്ന് അവൻ അപ്പുറത്തെ സൈഡ് ചാടിയത്. എടി നമുക്കിപ്പോ സംയമനമാണ് വേണ്ടത്. എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എനിക്ക്. അവൻ ഈ ചതിയെന്ന് ഞാൻ എന്തായാലും കരുതിയില്ല. എടിപ്പൊ നമ്മൾ ചെയ്യേണ്ടത് കരുതിയിരിക്കുക എന്നുള്ളതാ. അവൻ എല്ലാ തെളിവോടെ നമ്മുടെ കയ്യിൽ കിട്ടും. അവൻ ആ ജിജോയുടെ ആളാണെന്നുള്ള തെളിവ് എപ്പോ നമ്മുടെ കയ്യിൽ കിട്ടുന്നു അപ്പൊ നമ്മൾ അവനക്ക് അറിയിക്കും. എന്റെ കാര്യത്തിൽ ഒരു ഉറപ്പില്ല സൂര്യ, ഞാൻ അറിയാതെ പ്രതികരിച്ചു. എന്നാലേ നഷ്ടം നിനക്ക് മാത്ര. അവസാനം നീ പെടും, അല്ലെങ്കിൽ അവന്മാർ നിന്നെ പെടുത്തും. അതുകൊണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യ്. ശരി, വെയിറ്റ് ചെയ്യാം. എന്താ നിന്റെ പ്ലാൻ? അത് പറ. അതെ, നമ്മളൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. ആലീസ് മാഡവും ജിജോയും എതിരെ വരുന്ന ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ നമ്മൾ ആലീസ് മാഡത്തിന്റെ കൂടെ നിൽക്കണം. ആ സോനു സ്വാഭാവികമായിട്ടും ജിജോയുടെ കൂടെ നിൽക്കുള്ളൂ. അപ്പൊ നമ്മൾ മാഡത്തിനെ പറഞ്ഞ് ധരിപ്പിക്കണം ഈ സോനു ഒരു ദുരന്തമാണെന്ന്. എങ്ങനെ? ഓക്കെ അല്ലേ? ഓക്കെ. ഓഹോ, അപ്പൊ ഗെയിം ഈ മോഡിലായോ? ഒരു വെടിക്ക് 3 പക്ഷി. ആലീസിന്റെ പപ്പയെ വിളിച്ച് കയ്യോടെ പറയാം. ആ സാർ, ഒന്നുകിൽ ഇവിടെയുള്ള എല്ലാ എണ്ണവും ഇതോടെ ഇവിടുന്ന് ഔട്ടായി പുതിയ സ്റ്റാഫിനെ എടുക്കാം, ഇല്ലെങ്കിൽ ഇവരെ എല്ലാവരെയും ആലീസ് കൊന്നോളും. രണ്ടിലേതെങ്കിലും ഒന്ന് ഉടനെ നടക്കും. നമ്മളെ പ്ലാൻ ഓക്കെ ആണ് സാർ. ഓക്കെ സാർ.